ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയി ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ റമദാൻ 1 വീഡിയോ കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് എടുത്ത് വെച്ചതാണ്. എനിക്കിതുവരെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതിപ്പോൾ പെരുന്നാളും കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ആയതിന് ശേഷം കേട്ടോ അപ്ലോഡ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യണത്. പിന്നെ അങ്ങനെ ഒന്നാമത്തെ നോമ്പ് എല്ലാവരുടെയും പോലെ നല്ല ആകാംക്ഷയോടുക്കനെ വെയിറ്റ് ചെയ്തിരുന്ന റമദാനൊക്കെ വന്നു. ഒന്നാമത്തെ നോമ്പെടുത്ത് ഇസൂനും എനിക്കൊക്കെ നോമ്പുണ്ട് കേട്ടോ. റമദാൻ ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ നേരത്തെയാണ്, കാരണം 8:10 ഓട്ടോ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ഇസും റോഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹെസമോളാണെന്നുണ്ടെങ്കിൽ നീച്ചിട്ടില്ല, ഓള് നല്ല ഉറക്കത്തിലാണ്. അപ്പം എന്താ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിന്നെ ചിക്കൻ വാങ്ങിക്കണം. പിന്നെ അതേപോലെ പത്തിരി ഉണ്ടാക്കാൻ ഉണ്ടാക്കണില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പാക്കറ്റ് പത്തിരിൻ്റെ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുക, പിന്നെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കണത്. അപ്പം ഇനി ഇസൂന് ഓട്ടോ കയറ്റി പോകുന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഓള് നീച്ചിട്ടില്ല കേട്ടോ. ഓള് നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓളെ നീപ്പിച്ച് ഭക്ഷണം കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ഉറക്കം വെറുതെ ഓളത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഇനി ചിലപ്പോൾ നീക്കണേ ചിലപ്പോൾ 9-9:30 സമയമൊക്കെ ആവും. പിന്നെ അപ്പോൾ 10 മണിക്കുള്ള കഞ്ഞിയൊക്കെ കൊടുക്കലൊക്കെ നിൽക്കും കേട്ടോ. 10 മണിക്ക് ഞാൻ കഞ്ഞി കൊടുക്കലുണ്ട് ഓൾക്കും മിസൂനൊക്കെ. അപ്പോൾ ഓളിപ്പോൾ വൈകി നീക്കണോണ്ട് ആ സമയത്തൊന്നും കൊടുക്കാൻ പറ്റലില്ല. അങ്ങനെ ഒരുവിധം തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തോരിട്ടിട്ടില്ല കേട്ടോ. കല്ലുമ്മ അവിടെ തന്നെ വെച്ച് നിൽക്കുകയാണ്. കുറച്ച് വെള്ളം ആകുമ്പത്തെ പോയിട്ട് തോരിടാൻ വിചാരിച്ചു. അപ്പോൾ തന്നെ ഹെസമോൾ നീച്ചിന്ന് ഞാൻ ചെന്നപ്പോൾ ഓള് സൈക്കിളുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഓൾക്ക് ചായ അപ്പൊക്കെ കൊടുത്തിട്ടോ. അതിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഓള് പറഞ്ഞു വേണ്ട പറഞ്ഞു. പിന്നെ ഒരു കണക്കിന് എനിക്ക് നോമ്പല്ലേ, ഓളൊറ്റൊക്കെ തിന്നോട്ടേന്ന് ഞാനും വിചാരിച്ച്. അങ്ങനെ ഹെസമോളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം പോയിട്ട് അടിച്ചു വരാൻ വേണ്ടി നിൽക്കാം കേട്ടോ. പിന്നെ ഓളാണെന്നുണ്ടെങ്കിൽ പിന്നെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അത് നോക്കണമുണ്ട്. ഞാൻ വേഗം അടിച്ചു വരും ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് കുളിക്കണം. തിരുമ്പലൊക്കെ കഴിഞ്ഞാലേ പിന്നെ എനിക്ക് കൂടുതൽ നിൽക്കാനിങ്ങനെ പറ്റില്ല. തിരുമ്പൽ കഴിഞ്ഞാൽ പിന്നെ വേഗം പോയിട്ട് കുളിച്ചണം. അപ്പം വേഗം പോയിട്ട് അടിച്ചു വരണം. തുടക്കണമൊന്നുമില്ല കേട്ടോ, അടിച്ചു വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ എൻ്റെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വൈകിട്ടുള്ള നോമ്പ് തുറക്കുള്ള കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചു. പിന്നെ പത്തിരി കൊണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കണം.
അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ കോറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഓള് ഒറ്റക്ക് തിന്നാൻ വിചാരിച്ചു. അപ്പോൾ ഹെസമോളെന്നുണ്ടെങ്കിൽ കോറയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രൂട്ട്സ് വത്തക്കൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ആപ്പിൾ ഉണ്ടാക്കാൻ വിചാരിക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, ഈ നോമ്പൊക്കെ നോറ്റി ഒരു 4 മണി 5 മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് പിന്നെ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഉഷാറായിട്ട് എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തുടങ്ങി എനിക്ക് ശരീരത്തിൽ ആകെ വേദനയൊക്കെ വരൽ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ആയിട്ട് ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നോമ്പുമാണ്. പിന്നെ വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂലേ, മുഴുവനാക്കാൻ പറ്റൂലേ എന്ന് വരെ വിചാരിച്ചിട്ടോ. കാരണം അത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വേദനയും കാര്യങ്ങളും വന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് ആകെ വേദനയും കാര്യങ്ങളും വന്നിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ റമളാൻ്റെ ദിവസമുള്ള വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഈ ഒരു വീഡിയോന് എത്ര ലേറ്റ് ആയത് ഞാൻ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മാത്രമുള്ളൂ ഉണ്ടായിരുന്നു. കാരണം പിന്നെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ഒന്നും നോമ്പിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒക്കെ എനിക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ ഞാൻ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ വേദനയും കാര്യങ്ങളൊക്കെ വന്നു ശരീരത്തിൽ. എന്തായാലും അൽഹംദുലില്ലാ 1ാമത്തെ നോമ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കിട്ടോ. എന്തായാലും ബാക്കിയുള്ള നോമ്പൊക്കെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെ ലാസ്റ്റൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിരിക്കണത് ഇതൊക്കെ ജ്യൂസും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒക്കെ റെഡിയാക്കി. പിന്നെ എണ്ണക്കടിയും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ആകെ ഇഷ്ടമുള്ളത് കട്ട്ലേറ്റാണ്. അതൊന്നും ഞാൻ ഉണ്ടാക്കണമില്ല. പിന്നെ കടയിൽ നിന്ന് മേടിച്ചാൽ വിചാരിക്കുന്നുണ്ട് സമൂസ, അത്ര തന്നെ ഉള്ളൂ. ഈ ഒരു സമയത്തൊക്കെ ഇസു നല്ല ക്ഷീണത്തില്ല കേട്ടോ. ഓരോ സ്കൂൾ വിട്ട് വന്നേക്കന്നെ. പിന്നെ ഞാൻ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒന്നും നോക്കണില്ല. കാരണം എനിക്ക് നോമ്പാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. കാരണം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശരീരം കൊണ്ട് എനിക്ക് ഓക്കെ അല്ല. ഞാനപ്പോൾ നോമ്പ് നോറ്റി കഴിഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒക്കെ ഒഴിവാക്കിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇസുവിനൊക്കെ നോമ്പുള്ളത് കൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ല. ഓനാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് അന്നേക്ക് കടത്താൻ തുടങ്ങിയതാണ്. ഓൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ തന്നെ ഓൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നല്ല ക്ഷീണമുണ്ട്, സ്കൂളിൽ പോയി അത് നോമ്പെടുത്ത്. അപ്പോൾ എന്തായാലും ചിക്കൻ കറിയൊക്കെ ആയി. അതിക്ക് തേങ്ങ അരച്ച് പാരട്ടേന്. ഞാൻ ടേബിളിൽ വെച്ചിട്ടോ. വിസുവിനുള്ളത് ഞാൻ അവിടേക്ക് വെച്ച്. പിന്നെ അപ്പോൾ കുറച്ച് സമയം കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹെസമോളൊക്കെ ബാങ്ക് കൊടുക്കണ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ബൈ.